ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ തന്നെ മധുരമുള്ള ഒരു ചീഞ്ചട്ടി അപ്പൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുന്ന സമയത്താണ് അമ്മ വിളിച്ചിട്ട് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞത്. കേട്ട പാതി എല്ലാവരും അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഭക്തി മൂത്തിട്ട് ഒന്നല്ല രണ്ടല്ല 3 അമ്പലത്തിൽ ഒറ്റ ദിവസം കൊണ്ടുപോയി. എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു അമ്പലത്തിൽ നിന്നാണ് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, പരിപ്പ് കറി. പിന്നെ ഇവിടെ രസം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. രസം പക്ഷേ രസത്തിൻ്റെ വഴിക്ക് ഒഴുകിപ്പോയി ഗൈസ്. അതിൻ്റെ തെളിവിനായിട്ട് ഒരു തക്കാളി കഷ്ണം മാത്രം ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അച്ചാറും കൂടി കൂട്ടിയിട്ട് ചോറ് തിന്നു. പിന്നെ എവിടെ പോയാലും നമുക്ക് വിശപ്പ് അധികമാണല്ലോ. തിരിച്ച് വരുമ്പോൾ നമ്മൾ പരിപ്പ് വടിയും പഴംപൊരിയും കൂടി ചായക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലം കേക്ക് ഉണ്ടായിരുന്നു അവിടെ. അത് ക്രീം കേക്ക് എനിക്ക് ഇഷ്ടമല്ല, അപ്പോൾ പ്ലം കേക്ക് എനിക്ക് ഇഷ്ടമാണ്, ഇത് തിന്നാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് വലിയൊരു പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അതായത് മുട്ട വലിച്ച് പറിച്ചെടുത്ത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് പൊരിക്കുമ്പോൾ മുഖത്ത് മാത്രമേ പൊട്ടിത്തെറിക്കൂ. അപ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണമെങ്കിൽ നമ്മൾ ഇഡലി പാത്രത്തിൻ്റെ മൂടിയൊക്കെ ഒന്ന് മുഖത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ രാത്രിക്ക് ചോറിന് മീൻകറി, മീൻ പൊരിച്ചത്, വറവ്, പിന്നെ എൻ്റെ സ്വന്തം തോരക്കറി. എനിക്ക് പരിപ്പ് കറി പോലെ തന്നെ ഫേവറേറ്റ് ആണ് തോരക്കറി. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഊണായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.